കുട്ടികളുടെ ശബരിമല ദർശനം ക്രമീകരണം സംബന്ധിച്ച് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ടി.വി. മനോജ് കുമാർ. കുട്ടികൾക്ക് കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പരാതികൾ വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുമെന്നും മനോജ് കുമാർ പറഞ്ഞു. കുട്ടികൾ കുറേ നേരം ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത്രയേറെ സമയം ഇപ്പം ഞങ്ങൾ ഇന്നലെ നോക്കിയപ്പോൾ അത്രയേറെ സമയം നിൽക്കുന്നതായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ കുറച്ച് ഇവിടെ വരുമ്പോൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അത് കുറേയും കൂടെ പോലീസിൻ്റെ ശ്രദ്ധയുള്ളത് കൊണ്ട് കുറച്ചുകൂടെ വേഗത്തിൽ അത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇപ്പോഴും വരുമ്പോഴും അത് പരിശോധിക്കും. ഗോകുൽനാഥുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോകുൽ, ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയൊരു തിരക്കുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളടക്കം പെട്ടുകിടക്കുന്നത് കണ്ടിരുന്നു. അതിന്റെ ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് കണ്ടതുമാണ്. ഇനിയിപ്പോൾ അതിനുശേഷമുള്ള ക്രമീകരണങ്ങളൊക്കെ കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായിരുന്നു. ആ പരാതി എന്തായിരുന്നു? ഇപ്പോൾ എങ്ങനെയാണ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? മണ്ഡലപൂജയ്ക്ക് ശേഷം മകരവിളക്ക് തീർത്ഥാടനത്തിലേക്ക് ശബരിമല തീർത്ഥാടനം മാറിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് നിരവധി കുട്ടികൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതെന്നുള്ളതാണ്. ഈ ദർശന സമയത്ത് ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് മരക്കൂട്ടം ഭാഗത്ത് ക്യൂ നിൽക്കുമ്പോൾ വലിയ സജ്ജീകരണങ്ങളൊന്നുമില്ല. കുട്ടികൾ പലപ്പോഴും ഈ ക്യൂവിനകത്ത് വലിയ നീണ്ട നിരയ്ക്ക് അകത്ത് പെട്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ കുട്ടികൾ ഒരുപാട് സമയം വെള്ളമോ ഭക്ഷണമോ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, മലമൂത്ര വിസർജനത്തിന് പോലുമുള്ള ഇടമില്ലാത്ത ഒരു സാഹചര്യം കൂടി ഒരുങ്ങുമ്പോൾ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി പരാതികൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗവും ചെയർമാനും അതേപോലെ തന്നെ ഇത്തരത്തിൽ അംഗങ്ങളും ചേർന്നുകൊണ്ട് ഒരു പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇത് അടുത്ത തീർത്ഥാടന കാലത്തോടുകൂടി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉള്ളത്. കുട്ടികൾ പലപ്പോഴും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഘട്ടത്തിൽ പ്രായോഗിക പ്രശ്നങ്ങൾ പോലീസും നേരിടുന്നുണ്ട്. കുട്ടികളെ കടത്തിവിടുന്നതും അതേപോലെ തന്നെ കുട്ടികൾക്കൊപ്പം എത്തുന്നവർക്കും ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട്, മാളികപ്പുറങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഇന്ന് കമ്മീഷൻ അത് നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ അടുത്ത തീർത്ഥാടന കാലത്തോടെ നടപ്പിലാക്കും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ പോലീസ് ചെയ്തു വരുന്നത് നിലയ്ക്കലിൽ വെച്ച് കുട്ടികൾക്ക് ബാൻഡേജ് പോലെ ഒരു ചെറിയ ചിഹ്നം നൽകി വരുന്നുണ്ട്. അത് വെച്ചാണ് കുട്ടികൾ ഈ കൂട്ടം തെറ്റിപ്പോകാതിരിക്കാൻ ചില സഹായകരമായ ചില സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം സാഹചര്യം ഒരുങ്ങുന്നില്ല, അത്തരത്തിൽ ഒന്നുകൊണ്ട് മാത്രം കാര്യങ്ങൾ നീങ്ങുന്നില്ല, അല്ലെങ്കിൽ പ്രായോഗിക തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നടപടികളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് പ്രത്യേക ഒരു നിര തന്നെ ഒരുങ്ങേണ്ടതിൻ്റെ സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരത്തിലൊരു പ്രത്യേക നിര ഉണ്ടാവേണ്ടതിൻ്റെ ഒരു സാഹചര്യത്തെ പറ്റിയൊക്കെ സുരക്ഷാ ചുമതലയുള്ള ADGP അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അത് നടപ്പിലാക്കണമെന്നുള്ളതാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അറിയിപ്പ്. അതെന്തായാലും അടുത്ത തീർത്ഥാടന കാലത്തോടെ എങ്കിലും പ്രാവർത്തികമാകണമെന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥകളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നിരവധി ഒരുപാട് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 4-5 മണിക്കൂറായിരുന്നു മുൻപ് ഇത് മണ്ഡലകാലത്ത് നിന്നെങ്കിൽ മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് അതിൽ കൂടുതലാണ്. ഇപ്പോൾ ലക്ഷോപലക്ഷം ഭക്തരാണ് ഓരോ ദിവസവും. കഴിഞ്ഞ ദിവസം എത്തിയത് 90,000 ഭക്തരാണ്. ആ ഭക്തരൊക്കെ തന്നെ 6-7 മണിക്കൂറൊക്കെ നീണ്ട നിരയിൽ നിൽക്കേണ്ട അവസ്ഥയുണ്ട്. ആ സമയത്താണ് കുട്ടികൾ ഇത്തരത്തിൽ നിൽക്കേണ്ടി വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷൻ എത്തുകയും പരാതികൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ ഒരുപാട് ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.